ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത്തവണ വന്നിരിക്കുന്നത്. സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു പഴയ നോൺ സ്റ്റിക്ക് പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഓവൻ സെറ്റപ്പ്. അതൊന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട്. ഇനി ഇതുപോലെ ഒരു കേക്ക് ടീൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഗ്രീസ് ചെയ്തിട്ട് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദപ്പൊടിയും 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതുമാണ്. അപ്പോൾ പഞ്ചസാര പൊടിക്കുന്നതിന് മുന്നേ ഉള്ള അളവാണ് 1/2 കപ്പ്. നിങ്ങൾക്ക് മധുരം ഇത് അത്യാവശ്യം മധുരം ഉണ്ടാവും. നിങ്ങൾക്ക് മധുരം അത്രയും വേണ്ടാന്നാണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ കുറച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് കീ വെച്ചിട്ടുള്ള ബിസ്ക്കറ്റാണ്. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് നെയ്യാണ് എടുത്തിരിക്കുന്നത്. നെയ്യൊന്ന് ഉരുക്കി ലൂസാക്കി എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചായിട്ട് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മുടെ ഫിംഗേഴ്സ് വെച്ച് മാത്രം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാടങ്ങ് ഇട്ട് നന്നായിട്ട് ഹാർഡായിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ നെയ്യും പഞ്ചസാരയും മൈദയുമായിട്ട് ഒന്ന് മിക്സായി വന്നാൽ മാത്രം മതി. ഇതുപോലെ നമുക്ക് കയ്യിൽ പിടിക്കുമ്പം ഒന്ന് റൗണ്ടാക്കി നല്ല ബോൾ ഷേപ്പാക്കി എടുക്കാൻ പറ്റണം, മാത്രമേ വേണ്ടൂ. ഒരുപാടങ്ങ് ഹാർഡായി കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിസ്ക്കറ്റും അതുപോലെ ഹാർഡായി പോകും. അപ്പോൾ ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് റെഡിയായി കിട്ടിയാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാം. ഞാനിവിടെ ഇത് കൈ കൊണ്ട് തന്നെ നല്ല ബോൾ ഷേപ്പ് ആക്കി എടുത്തതിന് ശേഷം വിരൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ട്രേയിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടായി കിടക്കുന്ന ഓവൻ സെറ്റപ്പിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മുകളിലൊന്ന് തൊട്ട് നോക്കുന്ന സമയത്ത് കുറച്ചൊന്ന് സോഫ്റ്റ് ആയിരിക്കും. പക്ഷെ ഇത് പുറത്തെടുത്ത് വെച്ച് തണുത്തതിന് ശേഷം നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ടെക്സ്ചറിൽ തന്നെ കിട്ടും. അപ്പം മുകളിൽ സോഫ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് ഒത്തിരി നേരം ആ ഫ്ലെയിമിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസ്ക്കറ്റ് നന്നായിട്ട് ഹാർഡായി പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ സെക്കൻഡ് സെറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ ബിസ്ക്കറ്റും അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്ക് ബിസ്ക്കറ്റ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ റെസിപ്പീസും വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.